Praise the Lord. Praise the Lord. Hallelujah. Hallelujah. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തുതി. യേശുവേ സ്തുതി. യേശുവേ ആരാധന. യേശുവേ ആരാധന. പ്രിയപ്പെട്ട ദൈവജനമേ, ലോകത്തിന്റെ പല ഭാഗങ്ങളിലായിരിക്കുന്ന നമ്മളെ ഈ ശുശ്രൂഷ സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ചേർത്തിരുത്തിയിരിക്കുകയാണ്. കിങ്ഡം ഓഫ് ഗോഡ് എന്ന ഈ വലിയ ഒരു ദൈവവചന ശുശ്രൂഷ കർത്താവിൻ്റെ വലിയ ഒരു പദ്ധതിയുടെ ഭാഗമാണ്. ദൈവത്തിന് നമ്മളോട് അങ്ങേയറ്റം സ്നേഹമുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ വലിയൊരു ശുശ്രൂഷ. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ഒരു നിമിഷം നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളുടെ നിയോഗം അതെന്താണോ അത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതിൻ്റെ ഭാഗമായി ദൈവത്തിൻ്റെ ആത്മാവ് നിശ്ചയമായും ചില ദൈവീക ഇടപെടലുകൾ, അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മുടെ മേൽ ചൊരിയും. ഒരു നിമിഷം കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുമ്പോൾ നാളുകളായി പ്രാർത്ഥിച്ച് മടുത്ത ഏതെങ്കിലും കാര്യമാവാം. ഇനി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിൽ ചിന്തിക്കുന്നുണ്ടാവും. എന്തുതന്നെയാണെങ്കിലും അതെല്ലാം ഈ പരിശുദ്ധ അൽത്താരയിലേക്ക് ചേർത്ത് വെക്കുകയാണ്. ദൈവമേ, അത്ഭുതകരമായ ഒരു ദൈവിക ഇടപെടൽ ഈ ശുശ്രൂഷ സമയത്ത് സംഭവിക്കണമേ. ദൈവിക ശക്തി ഈ ശുശ്രൂഷ സമയത്ത് സംഭവിക്കണമേ. ആഗ്രഹിച്ചുകൊണ്ട് രണ്ട് കരങ്ങളും നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് സാധിക്കുമെങ്കിൽ ഒന്ന് കരങ്ങളൊക്കെ ഉയർത്തിപ്പിടിച്ച് നന്നായിട്ടൊന്ന് സ്തുതിക്കണം, പ്രാർത്ഥിക്കണം. അങ്ങനെ വലിയൊരു അഭിഷേകത്തോടുകൂടെ കിങ്ഡം ഓഫ് ഗോഡ് ദൈവരാജ്യ ശുശ്രൂഷയിൽ നമ്മൾ പങ്കുചേരുകയാണ്. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നന്നായിട്ടൊന്ന് സ്തുതിച്ചേ. പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. ഈ ശുശ്രൂഷ സമയത്ത് കാണപ്പെടുന്ന വലിയൊരു ദൈവിക അഭിഷേകം സംഭവിക്കണം. ആഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം. ചേർന്ന് നമുക്ക് എല്ലാവർക്കും കയ്യൊക്കെ അടിച്ചു പാടാൻ പറ്റുമെങ്കിൽ കൈയടിച്ചു പാടണം. ചേർന്ന് എല്ലാവരും പരിശുദ്ധാത്മാവേ പഠിക്കേ. എന്നിൽ വന്നു നിറയണമേ. ആത്മാവേ, അഭിഷേക കാറ്റാ എന്നിൽ വന്നു വീശണമേ. പരിശുദ്ധാത്മാവിനോട് പാടി പ്രാർത്ഥിക്കുക. ഈ ശുശ്രൂഷ സമയത്ത് സംഭവിക്കട്ടെ. ആത്മാവേ, ചേർന്ന് ജ്വാലയാ സ്നേഹാഗ്നിയാ കൂട്ടായ്മയിൽ ഈ ദാസരിൽ സംഭവിക്കട്ടെ. വാഴാൻ വരൂ. ഓ ദൈവത്തിന്റെ ആത്മാവേ, പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളിലും സംഭവിക്കട്ടെ. ആമേൻ. കരങ്ങൾ ഉയർത്തി കൈയടിച്ചേ. പുതു സൃഷ്ടിയായി നാം ഉണർന്നിടട്ടെ. പുതു ശക്തി ഓരോ വ്യക്തിയിടട്ടെ. അത്ഭുതകരമായ ദൈവിക ഇടപെടൽ സംഭവിക്കട്ടെ. രോഗികളായിട്ടുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മാനസിക ദുഃഖങ്ങൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിലെ പ്രശ്നങ്ങളാൽ ഭാരപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഈ ശുശ്രൂഷ സമയത്ത് തന്നെ ദൈവത്തിന്റെ ആത്മാവ് അത്ഭുതകരമായിട്ട് ഇടപെടട്ടെ. ആത്മീയ ശക്തി വെളിപ്പെടട്ടെ. എല്ലാ കെട്ടുകളും അഴിക്കണമേ. ഒരു പുതിയ അഭിഷേകം വെളിപ്പെടട്ടെ. ആരാധിക്കുന്നു. ഓ പരിശുദ്ധാത്മാവേ, ആമേൻ. രണ്ട് കരങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കണേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ ദൈവത്തിന്റെ ആത്മാവേ, അത്ഭുതകരമായ ഒരു ദൈവിക ശക്തി ഈ ശുശ്രൂഷ സമയത്ത് വെളിപ്പെടട്ടെ. എല്ലാ കെട്ടുകളും അഴിക്കണമേ. ആരാധന, 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 ആരാധന. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവജനമേ, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ വലിയ ശുശ്രൂഷയിലേക്കാണ് നയിക്കുന്നത്. ഈശോയെ പരിശുദ്ധാത്മാവ് മരുഭൂമി അനുഭവത്തിന് ശേഷം ഇതാ ദൈവരാജ്യത്തിൻ്റെ പുത്തൻ കൃപയിലേക്ക് നയിച്ചതുപോലെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമ്മളെല്ലാവരെയും പരിശുദ്ധാത്മാവ് അത്ഭുതകരമായ ചില കൃപകളിലേക്ക് നയിക്കുകയാണ്. സന്തോഷത്തോടെ
ആ കൈകളൊക്കെ കൂപ്പി ഇങ്ങോട്ട് നോക്കിക്കേ, എന്നിട്ട് പറഞ്ഞേ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അടുത്തൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയൊക്കെ വിളിക്കണം. കാരണം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ദൈവ രാജ്യ ശുശ്രൂഷയാണ്. എന്നിട്ട് നമുക്ക് സ്വസ്ഥമായിട്ടിരിക്കാം. നമ്മൾ തുടർന്ന് അല്പസമയം ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മുടെ അനുദിന ജീവിതത്തിൽ ആവശ്യമായ ചില ആത്മീയ ഉൾക്കാഴ്ചകൾ പരിശുദ്ധാത്മാവ് നൽകുന്നത് സ്വീകരിക്കാൻ പോവാണ്. സാധിക്കുമെങ്കിൽ ബൈബിളൊക്കെ ഉള്ളവരെടുക്കണം, നോട്ട് ബുക്ക് എടുക്കാം. എന്നിട്ട് ചില വചനങ്ങളൊക്കെ എഴുതിയെടുത്ത് പഠിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. വളരെ പ്രത്യേകിച്ച് ഈ നാളുകളിൽ നമ്മൾ ധ്യാനിക്കേണ്ട വളരെ ശക്തമായ ഒരു ദൈവവചനം, അത് സങ്കീർത്തകനായ ദാവീദാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. സങ്കീർത്തനം 147 വചനം 3, ബുക്ക് ഓഫ് സാം ചാപ്റ്റർ 147 വേഴ്സ് 3. വചനത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: അവിടുന്ന് ഹൃദയം തകർന്നവരെ സൗഖ്യപ്പെടുത്തുകയും അവരുടെ മുറിവുകൾ വച്ചുകെട്ടുകയും ചെയ്യുന്നു. പലർക്കും നല്ല പരിചയമുള്ള വചനമാണ്. പക്ഷേ എങ്കിലും ഈ വചനം ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് ചില കാര്യങ്ങളിൽ ഇടപെടാൻ ആഗ്രഹിക്കുകയാണ്. പ്രത്യേകിച്ച് ജൂൺ മാസ കാലഘട്ടം മുഴുവൻ തിരുഹൃദയത്തോട് നമ്മൾ അങ്ങേയറ്റം സ്നേഹവും ആദരവും പ്രകടിപ്പിക്കുന്ന നാളുകളാണല്ലോ. നമ്മൾ ഈ ലോകത്തോട് വിളിച്ചു പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഹൃദയമുള്ള ഒരു ദൈവം നമുക്കുണ്ട് എന്നുള്ളതാണ്. എങ്ങനത്തെ ദൈവം? ഹൃദയമുള്ള ഒരു ദൈവം. അങ്ങനെയെങ്കിൽ ഈ നാളുകളിൽ ഈ തിരുഹൃദയം നമുക്ക് നൽകുന്ന വലിയ ഒരു സൗഭാഗ്യത്തെയാണ് നമ്മൾ സങ്കീർത്തനം 147 വചനം 3 പഠിച്ച് പ്രാർത്ഥിക്കുന്നത്. അവിടുന്ന് ഹൃദയം തകർന്നവരെ സൗഖ്യപ്പെടുത്തുകയും അവരുടെ മുറിവുകൾ വച്ചുകെട്ടുകയും ചെയ്യുന്നു. ഹൃദയം തകരുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത്? ഹൃദയം തകരുക, നമ്മൾ ചില ആളുകളെ കാണുമ്പോഴത്തേക്ക് പറയത്തില്ലേ, അയ്യോ ഇയാൾക്കൊരു ഹൃദയവുമില്ലല്ലോ, ഇയാളുടെ ഹൃദയത്തിൻ്റെ സ്ഥാനത്ത് കല്ലാണോ, ഇയാളെന്താ ഇങ്ങനെ എന്നിങ്ങനെയൊക്കെ ചോദിക്കാറില്ലേ? എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അയാൾക്ക് ഹൃദയമില്ലെന്നാണോ? ഹൃദയമില്ലെന്നല്ല, മറിച്ച് ആ വ്യക്തിയുടെ ഉള്ളിൽ സ്നേഹമില്ല. ഈ ഹൃദയത്തെ വിശുദ്ധ ഗ്രന്ഥം അത്രമേൽ പവിത്രമായും അത്രമേൽ ശ്രദ്ധിക്കണമെന്നും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. 1-2 ദൈവവചനം നമ്മൾ പങ്കുവയ്ക്കും. നിങ്ങളത് സാധിക്കുമെങ്കിൽ അത് കുറിച്ചെടുക്കണം. ഹൃദയത്തെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുകയാണ്. ദിനവൃത്താന്തത്തിൻ്റെ 1-ാം പുസ്തകം 29-ാം അധ്യായം 17-ാം തിരുവചനം, ദൈവം ഓരോ മനുഷ്യൻ്റെയും ഹൃദയത്തെ പരിശോധിക്കുന്നു എന്നാണ് ഓർമ്മപ്പെടുത്തുന്നത്. ബുക്ക് ഓഫ് ക്രോണിക്കിൾസ് ഫസ്റ്റ് ബുക്ക് ചാപ്റ്റർ 29 വേഴ്സ് 17. ഇത് പഴയ നിയമത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് പറയാൻ കാരണം, പഴയ നിയമത്തിലെ ഫറവോയെ നമുക്ക് നല്ല പരിചയമുണ്ട്. ഇസ്രായേൽ ജനതയെ അടിമപ്പെടുത്തി ജീവിച്ചിരുന്ന നമ്മുടെ ഈജിപ്തിലെ ഫറവോയെക്കുറിച്ച് ആവർത്തിച്ച് പുറപ്പാട് പുസ്തകം അതിൻ്റെ 7 മുതൽ 10 വരെയുള്ള അധ്യായങ്ങളിൽ പല തവണ ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യം ഈ ഫറവോയുടെ ഹൃദയം കഠിനമായി എന്നുള്ളതാണ്. ഫറവോയുടെ ഹൃദയം. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കണം, ദൈവവചനം ഹൃദയത്തെ അത്രമേൽ പ്രധാനപ്പെട്ട ഒരു മേഖലയായി നമ്മൾ ശ്രദ്ധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് മക്കബായരുടെ 1-ാം പുസ്തകം 6-ാം അധ്യായം 10-ാം തിരുവചനം, ബുക്ക് ഓഫ് മക്കബീസ് ഫസ്റ്റ് ബുക്ക് ചാപ്റ്റർ 6 വേഴ്സ് 10 വചനം പറയുന്നു, ആകുലതയാൽ എൻ്റെ ഹൃദയം തകരുന്നു. ശ്രദ്ധിച്ചേ, ആകുലതയാൽ എൻ്റെ ഹൃദയം തകരുന്നു, എനിക്ക് ഉറക്കമില്ലാതായിരിക്കുന്നു. നമ്മുടെ എല്ലാവരുടെയും കാര്യം അങ്ങനെ തന്നെ. ആകുലതയാൽ എൻ്റെ ഹൃദയം തകരുന്നു. ഹൃദയം തകരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയം എന്ന് പറയുന്ന നമ്മുടെ ശരീരത്തിലെ ഒരു അവയവം തകരുക എന്നുള്ളതല്ലല്ലോ, മറിച്ച് ഒരു വ്യക്തിയുടെ സ്നേഹബന്ധങ്ങളാണ് തകരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഹൃദയത്തെ എപ്പോഴും പ്രസൻറ്റ് ചെയ്യുന്നത് എന്തായിട്ടാണ്? സ്നേഹമായിട്ടാണ്. ഹാർട്ട് ഈക്വൽ ടു ലവ് അല്ലേ? മൊബൈലിലൊക്കെ നമ്മൾ ഒരാൾക്ക് സ്നേഹം എന്ന് പ്രകടിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഹാർട്ടാണ്. ചുവന്ന ഹാർട്ട്, പച്ച ഹാർട്ട്, കറുത്ത ഹാർട്ട് അല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഹൃദയം സമം സ്നേഹം, ആകുലതയാൽ എൻ്റെ ഹൃദയം ഇതാ അസ്വസ്ഥമായിരിക്കുന്നു, എനിക്ക് ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമ്മുടെ പലരുടെയും അവസ്ഥ അങ്ങനെ ആയിരിക്കാം. പല രീതികളിൽ നമ്മൾ വല്ലാണ്ട് ഭാരപ്പെടുന്നു, നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുന്ന അനേകം അനുഭവങ്ങൾ ഉണ്ടാകുന്നു. എന്നിട്ട് വീണ്ടും ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്ന സങ്കീർത്തനം 34 അതിൻ്റെ 18 തിരുവചനമാണ്. ബുക്ക് ഓഫ് സാം ചാപ്റ്റർ 34 വേഴ്സ് 18. നമുക്ക് പരിചിതമായൊരു വചനമാണ്. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യത്തെയാണ് വചനം പറയുന്നത്. നീ ഇന്ന് ഏതെങ്കിലും വിഷയത്തിൽ വല്ലാണ്ട് കഷ്ടപ്പാടിലാണോ? മനമുരുകിയ, ഹൃദയം തകർന്ന, സ്നേഹബന്ധത്തിൽ തകർച്ചകൾ സംഭവിച്ച് ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടെന്നൊക്കെ ചിന്തിക്കുന്ന ഏതെങ്കിലും ഒരവസ്ഥയിലൂടെ നീ കടന്നു പോകുന്നെങ്കിൽ ഈ വചന ശുശ്രൂഷ നിനക്കുള്ളതാണ്. കാരണം അപ്രകാരം നീ ആയിരിക്കുന്ന തകർച്ചയുടെ ഘട്ടങ്ങളെ സൗഖ്യപ്പെടുത്താൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഈ ലോകത്തോട് നമ്മൾ വിളിച്ചു പറയേണ്ട വലിയൊരു സത്യമാണത്. എനിക്ക് ഹൃദയമുള്ള ഒരു ദൈവമുണ്ട്. മറ്റൊരു വചനം കൂടെ ഒന്ന് എഴുതിയെടുത്തെന്ന് പഠിച്ചേ. അത് സങ്കീർത്തനം 61 അതിൻ്റെ 2 തിരുവചനമാണ്. ബുക്ക് ഓഫ് സാം ചാപ്റ്റർ 61 വേഴ്സ് 2. ഹൃദയം തകർന്ന ഞാൻ ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് അവിടുത്തോട് വിളിച്ചപേക്ഷിക്കുന്നു. ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ നിന്റെ ഹൃദയം തകർക്കപ്പെട്ട അനുഭവങ്ങളിൽ സൗഖ്യം വെച്ച് വിളമ്പാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടല്ലേ സഹോദരാ, ഇങ്ങോട്ട് നോക്കിക്കേ സഹോദരി, നിനക്ക് വേണ്ടി ഈ ശുശ്രൂഷ ഒരുക്കപ്പെട്ടത്. എത്ര വലിയ തകർച്ചയിലൂടെ കടന്നു പോകുന്നെങ്കിലും നിനക്ക് വേണ്ടി സൗഖ്യം വെച്ച് വിളമ്പാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഞാൻ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിലരുടെ ഉള്ളിലുണ്ടാവുന്ന ഒരു വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യം, എങ്ങനെയാണ് ഈ ഹൃദയം തകരുന്നത്? നിങ്ങൾ ഏതെങ്കിലും ആശുപത്രിയിൽ ഹൃദയം തകർന്ന് ഒരു രോഗിയെ അഡ്മിറ്റായി കേട്ടിട്ടുണ്ടോ? ഹൃദയം തകർന്ന് നമ്മൾ ഹാർട്ട് അറ്റാക്ക് എന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ അപ്പോൾ ഈ ഹൃദയം തകരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മുടെ സ്നേഹബന്ധങ്ങളിൽ തകർച്ചകൾ വന്നാൽ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു 3 മേഖലകൾ ഈ ശുശ്രൂഷ അവസരത്തിൽ ഓർമ്മപ്പെടുത്താം. സ്വയം ചിന്തിക്കാനും ധ്യാനിക്കാനും പറ്റിയതാണ്. ഹൃദയം തകരുന്ന ചില മേഖലകളിലെ പ്രധാനമായും 3 മേഖല. അതിലൊന്ന് സ്നേഹം കിട്ടാത്ത അവസ്ഥ. സ്നേഹം കിട്ടേണ്ട പ്രായത്തിൽ, കിട്ടേണ്ട ആളിൽ നിന്ന്, കിട്ടേണ്ട അളവിൽ, അവസ്ഥയിൽ കിട്ടണം. ഇല്ലെങ്കിൽ അത് വലിയ സങ്കടകരമായ അവസ്ഥയാവും. ആ വ്യക്തിയുടെ സ്വഭാവത്തിൽ അത് വല്ലാണ്ട് ബാധിക്കും. ഇപ്പോൾ ഒരു കുഞ്ഞിന് കിട്ടേണ്ട സ്നേഹം ആരുടെ സ്നേഹമാണ്? അപ്പൻ്റെയും അമ്മയുടെ സ്നേഹമാണ്. അപ്പൻ്റെയും അമ്മയുടെയും സ്നേഹം കിട്ടേണ്ട പ്രായത്തിൽ, കിട്ടേണ്ട അളവിൽ ആ കുട്ടിക്ക് കിട്ടിയില്ലെങ്കിൽ ആ കുട്ടിയുടെ ഉള്ളിൽ എപ്പോഴും കിട്ടാത്തതിനെക്കുറിച്ചുള്ള വലിയ ഒരു ദാഹം കിടക്കും. പ്രത്യേകിച്ച് സ്നേഹത്തിൻ്റെ വലിയ പ്രത്യേകതയാണ്. അത് കുഞ്ഞുങ്ങളെക്കുറിച്ച് മാത്രമൊന്നുമല്ല, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അങ്ങനെ തന്നെ. ഓരോരുത്തരുടെയും ജീവിതാവസ്ഥ ചിന്തിച്ചാൽ മനസ്സിലാവും. കിട്ടേണ്ടത്, അതൊരു ഭാര്യയ്ക്ക് കിട്ടേണ്ട സ്നേഹം ആരുടെയാണ്? സ്വന്തം ഭർത്താവിൻ്റെ, അപ്പുറത്തെ വീട്ടിലെ ഭർത്താവിൻ്റെ കിട്ടിയിട്ട് കാര്യമില്ല, സ്വന്തം ഭർത്താവിൻ്റെ സ്നേഹം കിട്ടണം. നേരെ തിരിച്ചു. ഇതേത് ബന്ധങ്ങളിലും എടുത്തു പരിശോധിച്ചോ. സ്നേഹം എവിടെയെല്ലാം കിട്ടാതെ പോകുന്നുണ്ടോ അവിടെ വലിയ ഹൃദയം തകർന്ന ഒരവസ്ഥയിലേക്ക് മാറും. രണ്ടാമത് തിരിച്ചറിയാവുന്ന മറ്റൊരു മേഖലയാണ് ജീവിതത്തിൽ ഉണ്ടാവുന്ന അനുഭവങ്ങൾ. പലതരം അനുഭവങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ടല്ലോ, പലതരം അനുഭവങ്ങൾ. ആരെങ്കിലുമൊക്കെ പറയുന്ന ചില വാക്കുകൾ അത് നമ്മുടെ ഉള്ളിൽ വല്ലാണ്ട് ബാധിക്കും. നിന്നെ ഒന്നിനും കൊള്ളിയേല, നിൻ്റെ ജീവിതം മുഴുവൻ വേസ്റ്റാണ്, നീ ഒരു ഭൂലോക തോൽവിയാണ്, നീ ഇന്ന വീട്ടിലെ അല്ലേ, നിൻ്റെ അപ്പനെ അമ്മേനെ എനിക്കറിയാം, അവരിങ്ങനെയാണ്, നീയും ഇങ്ങനെയാണ് എന്നിങ്ങനെ ആരെങ്കിലുമൊക്കെ പറഞ്ഞ ചില വാക്കുകൾ നമ്മുടെ തലയ്ക്കകത്ത് ഇങ്ങനെ കിടക്കും. നമ്മുടെ ഹൃദയം നുറുക്കുന്ന ഒരവസ്ഥയാണ്. അതോടൊപ്പം തന്നെ ചില അനുഭവങ്ങൾ, നമുക്കുണ്ടായ ഏതെങ്കിലും ഒരു ആക്സിഡൻറ്റ്, ഏതെങ്കിലുമൊക്കെ ആക്സിഡൻറ്റുകൾ, അതിനുശേഷം നമ്മുടെ സ്വഭാവത്തിൽ അത് ബാധിക്കാൻ തുടങ്ങും. പ്രിയപ്പെട്ട ആരുടെയെങ്കിലുമൊക്കെ മരണം,
അത്രമേൽ സ്നേഹിച്ചിരുന്ന ആരുടെയെങ്കിലുമൊക്കെ മരണം വല്ലാണ്ട് ബാധിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിത വഴികളിൽ ആരെങ്കിലും നമ്മളെ ചതിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് നമുക്കൊരാളെ പരിപൂർണമായി വിശ്വസിക്കാൻ പോലും പറ്റാതെ വരും. അതുകൊണ്ടാണ് സങ്കീർത്തകനായ ദാവീദ് സങ്കീർത്തനം 73 അതിൻ്റെ 21 22, ബുക്ക് ഓഫ് സാം ചാപ്റ്റർ 73 വേർഡ്സ് 21 and 22, എൻ്റെ ആത്മാവിൽ കയ്പ് നിറഞ്ഞപ്പോൾ, എൻ്റെ ഹൃദയത്തിൽ മുറിവേറ്റപ്പോൾ ഞാൻ മൂഢനും അജ്ഞനുമായി തീർന്നു, അങ്ങയുടെ മുമ്പിൽ ഒരു മൃഗത്തെ പോലെയുമായി. ഒരു മനുഷ്യൻ്റെ ജീവിത അവസ്ഥയെക്കുറിച്ചാണ് വചനം പറയുന്നത്. എൻ്റെ ആത്മാവിൽ കയ്പ് നിറഞ്ഞപ്പോൾ, എൻ്റെ ഹൃദയത്തിൽ മുറിവേറ്റപ്പോൾ, മുറിവ് ഇത് ആ വ്യക്തിയുടെ സ്വഭാവത്തെ മുഴുവൻ മാറ്റിമറിക്കും. വചനം പറയുന്നത് എന്താണ്? ഞാൻ മൂഢനും അജ്ഞനുമായിരുന്നു, ഞാൻ മൂഢനും അജ്ഞനുമായിരുന്നു, അങ്ങയുടെ മുമ്പിൽ ഞാനൊരു മൃഗത്തെ പോലെയായി. ചില സമയങ്ങളിൽ മൃഗത്തെക്കാളും കഷ്ടം അല്ലേ? ഓരോരുത്തരും സ്വയം ചിന്തിക്കാൻ പറ്റിയതാണ്. ഇനി മൂന്നാമത്തെ ഒരു മേഖല, ഹൃദയം തകരുന്ന മൂന്നാമത്തെ മേഖല. ഒന്നാമത്തെ മേഖല സ്നേഹം ലഭിക്കപ്പെടാത്ത അവസ്ഥ, 2 ചില ദുഃഖ അനുഭവങ്ങൾ. മൂന്നാമത്തെ അവസ്ഥ എന്ന് പറയുന്നത് വിശുദ്ധ ഗ്രന്ഥത്തെ ഓർമ്മപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് പോലെ പല കാര്യങ്ങളും നടക്കാതെ വരുമ്പോൾ, പൂർത്തീകരിക്കപ്പെടാത്ത സ്വപ്നങ്ങളെന്നാണ് പറയുന്നത്, അൺഫുൾഫിൽഡ് ഡിസയേഴ്സ്. പൂർത്തീകരിക്കപ്പെടാത്ത സ്വപ്നങ്ങൾ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കിടന്നാൽ എന്നും അസ്വസ്ഥരായിരിക്കും, അസംതൃപ്തി ഉണ്ടാവും, സന്തോഷം ഉണ്ടാവില്ല. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ചിലരൊക്കെ സ്വയം ചിന്തിച്ച്, ആഗ്രഹിച്ച ജീവിത പങ്കാളിയല്ല വിവാഹം കഴിച്ചതെങ്കിൽ എന്നും ഉള്ളിൻ്റെ ഉള്ളിൽ ഈ വിഷമം, നമ്മുടെ സ്വപ്നത്തിന് ഇണങ്ങാത്ത ഒരു ജീവിത പശ്ചാത്തലം, സ്വപ്നത്തിലും പ്രതീക്ഷയ്ക്കും വിപരീതമായൊരു ജോലി, എങ്ങനെയിരിക്കും? വല്ലാതെ വീർപ്പുമുട്ടലായിരിക്കും, വല്ലാതെ അസ്വസ്ഥരായിരിക്കും. അതിനെയാണ് ഹൃദയം തകരുന്ന അവസ്ഥ എന്ന് പറയുന്നത്. പൂർത്തീകരിക്കപ്പെടാത്ത സ്വപ്നങ്ങൾ. ഇപ്പോൾ ചെറുപ്പകാലം മുതൽ എൻ്റെ ഉള്ളിൽ ഒരു ആഗ്രഹം, എനിക്ക് ഇങ്ങനെ ആവണം, ഇങ്ങനെ ആവണം, പക്ഷേ ജീവിത സാഹചര്യം കൊണ്ട് അതാകാൻ പറ്റിയില്ല, ഇതായി. ആയിരിക്കുന്ന അവസ്ഥയെ അംഗീകരിക്കാതെ എന്നും ഈ ഭാരം ഉള്ളിൽ കൊണ്ടു നടക്കും. ഇവിടെയാണ് സങ്കീർത്തനം 147 വചനം 3 പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ സത്യം. അവിടുന്ന് ആരാണ്? ഈശോ ഹൃദയം തകർന്നവരെ സൗഖ്യപ്പെടുത്തുകയും മുറിവുകൾ വച്ചുകെട്ടുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് തിരുഹൃദയത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മൾ ധ്യാനിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം ഇത് തന്നെയാണ്. എൻ്റെ അനുദിന ജീവിതത്തിൽ എൻ്റെ ഹൃദയത്തിൻ്റെ മുറിവുകളും ഭാരങ്ങളും എന്ത് ഏവാ എന്ന് ചിന്തിക്കാൻ, അവ സൗഖ്യത്തിന് വേണ്ടി തിരുസന്നിധിയിൽ സമർപ്പിക്കാൻ വലിയ ഒരു കടമയുണ്ടെന്ന് ഈ ശുശ്രൂഷ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു കുഞ്ഞു വചനം കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചോ. അത് യോഹന്നാൻ്റെ സുവിശേഷം 14 അധ്യായം 1 തിരുവചനമാണ്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ഇതായി ശുശ്രൂഷ ഒരു സൗഖ്യ ശുശ്രൂഷയാണ്. നിൻ്റെ ഉള്ളിലുള്ള അനേക മുറിവുകളെ, അനേക സങ്കടങ്ങളെ, ഭാരങ്ങളെ സൗഖ്യപ്പെടുത്താൻ ഈശോ നിന്നെ ക്ഷണിക്കുകയാണ്. ഇന്ന് കടന്നു പോകുന്ന ഏതവസ്ഥയും ഈശോ മാറ്റിമറിക്കാൻ ആഗ്രഹിക്കുന്നു. തിരുഹൃദയം നിൻ്റെ മുമ്പിൽ നിന്നെ ക്ഷണിക്കുന്നത് നിൻ്റെ സ്വഭാവത്തെ തന്നെ അടിമുടി മാറ്റിമറിക്കുന്ന വലിയ ഒരു സൗഖ്യ ശുശ്രൂഷയ്ക്കാണ്. തുടർന്നുള്ള ആരാധന സമയം നമുക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കണം. എന്തിനു വേണ്ടി? കർത്താവേ, എൻ്റെ മേലും എൻ്റെ കുടുംബത്തിൻ്റെ മേലും എൻ്റെ വ്യക്തിബന്ധങ്ങളുടെ മേലും അതിശക്തമായ ഒരു കൃപ ചൊരിയണമേ. ഈ വലിയ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് തുടർന്ന് മുട്ടുകുത്തി പരിശുദ്ധാരാധനയുടെ മുമ്പിൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ തന്നെ ബലപ്പെടുത്താം. ഹൃദയം തകർന്ന ഏതൊരവസ്ഥയെയും ഇത് ഈശോ സൗഖ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാരങ്ങളെല്ലാം സമർപ്പിക്കാം. നമുക്ക് ഒരുമയോടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. രണ്ട് കരങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തി സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ, ആരാധന 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 ആരാധന. കർത്താവേ, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേലും ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേലും ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളുടെ മേലും ചൊരിഞ്ഞിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് പരിശുദ്ധ അൽത്താരയുടെ മുമ്പിൽ നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. സങ്കീർത്തനം 147 വചനം 3. അവിടുന്ന് ഹൃദയം തകർന്നവരെ സൗഖ്യപ്പെടുത്തുകയും അവരുടെ മുറിവുകൾ വച്ചുകെട്ടുകയും ചെയ്യും. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഹൃദയം തകർന്ന ഒത്തിരി അനുഭവങ്ങൾ ഉണ്ട്. ഈ അൽത്താരയുടെ മുമ്പിൽ നമ്മുടെ ഹൃദയം തകർന്ന എല്ലാ അനുഭവങ്ങളെ സമർപ്പിക്കുകയാണ്. ഈശോയെ, ഞങ്ങളുടെ ഹൃദയത്തിലുള്ള എല്ലാ വിഷമങ്ങളും, ഒറ്റപ്പെടലുകളും, അവഗണനകളും, കളിയാക്കലുകളും, ജീവിതത്തിലെല്ലാം തീർന്നുവെന്ന് ചിന്തിക്കുന്ന ചില അനുഭവങ്ങളും എല്ലാം ഈ അൾത്താരയിൽ സമർപ്പിക്കുന്നു. കർത്താവേ, അങ്ങയുടെ പക്കൽ എല്ലാത്തിനും ഉത്തരമുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അങ്ങേ തിരുഹൃദയത്തിൽ കർത്താവേ, എന്നെ ഞാൻ ചേർത്ത് വയ്ക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കർത്താവ് ചില ഓർമ്മകൾ, ചില വ്യക്തികൾ, ചില അനുഭവങ്ങളൊക്കെ മനസ്സിൽ കൊണ്ടുവരും. അതെല്ലാം ഈശോയെ അങ്ങയുടെ പക്കലേക്ക് സമർപ്പിക്കുന്നു. പ്രാർത്ഥനയോടെ ഈ നിമിഷങ്ങൾ പ്രാർത്ഥിക്കണം. അങ്ങേ തിരുമുറിവുകളിൽ കർത്താവെ എന്നെ കാത്തുകൊള്ളണമേ. ചേർന്ന് ഒന്ന് പ്രാർത്ഥിച്ചു പാടിക്കുകയും അങ്ങേ തിരുമുറിവുകളിൽ എന്നെ മറക്കേണമേ. അങ്ങേ തിരുമുറിവുകളിൽ യേശുവേ എന്നെ മറക്കേണമേ. രണ്ട് കരങ്ങളും അൾത്താരിലേക്ക് നീട്ടിപ്പിടിച്ചെല്ലാം എനിക്കെന്റെ ഈശോ, എന്റെ ജീവന്റെ ജീവനാമീശോ. എല്ലാം എനിക്കെന്റെ ഈശോ, എല്ലാം എനിക്കെന്റെ ഈശോ, എന്റെ ജീവന്റെ ജീവനാ, ജീവന്റെ ജീവനാമീശോ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തുന്ന സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. നമ്മുടെ ഹൃദയത്തിന്റെ എല്ലാ ഭാരങ്ങളും ഈശോയ്ക്ക് കൊടുത്ത് പ്രാർത്ഥിച്ചേ. കർത്താവേ, കർത്താവേ, എന്റെ ഉള്ളിലുള്ള എല്ലാ അനുഭവങ്ങളും ഈ അൾത്താരിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എന്നെ മനസ്സിലാക്കുന്ന എന്റെ ദൈവമേ, അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു, വിശ്വസിക്കുന്നു. കർത്താവേ, അത്ഭുതകരമായിട്ട് എന്നിൽ ഇടപെടുന്നതിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ആരാധന 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 യേശുവേ, ആരാധന ആരാധന യേശുവേ, ആരാധന 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 ആമേൻ. ആരാധന. എന്റെ പ്രിയ സഹോദരങ്ങളെ, കരങ്ങൾ കൂപ്പി കണ്ണു തുറന്ന് അൾത്താരയിലുള്ള ഈശോയെ നോക്കിക്കേ. നിന്റെ ജീവിതത്തില് ഹൃദയം തകർന്ന ഏതൊരവസ്ഥയെയും സൗഖ്യപ്പെടുത്തുന്നവൻ യേശു മാത്രമാണ്. നമുക്ക് ഹൃദയമുള്ള ഒരു ദൈവമുണ്ട്. നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. ആ വലിയ പ്രാർത്ഥനയോടെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ വിശ്വസിക്കണം, എൻ്റെ ഹൃദയത്തിൻ്റെ സകലമാന മുറിവുകളും എൻ്റെ ഈശോ എന്നെ സുഖപ്പെടുത്തുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് ഒരുമിച്ച് ആശീർവാദം സ്വീകരിക്കുക. എല്ലാം എനിക്കെൻ്റെ ഈശോ, എൻ്റെ ജീവൻ്റെ ജീവനാ ഈശോ.
എൻ്റെ ജീവന്റെ ജീവനാമീശോ.